ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെല്ലാവരും ഇപ്പൊ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം, നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റം വരുമ്പോൾ നമ്മൾ വേഗം കുറ്റി ഗൂഗിൾ ചെയ്യും. ഇപ്പം നമ്മൾ ചാറ്റ്ജിപിറ്റിനോട് ചോദിക്കും. ഇന്ന് മദേഴ്സ് ഡേ ആണ്. സോ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അമ്മമാരെയാണ്. ലൈക്ക് അമ്മമാർക്ക് ഗൈനക്കോളജിക്കലി വരുന്ന ഇഷ്യൂസ്, മെനോപോസിന് ശേഷം വരുന്ന ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലീഡിങ് പോലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ അമ്മമാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവര് അയ്യോ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അവർക്ക് ഇനിയിപ്പോ കഷ്ടകാലത്തിന് ഇനി ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ദേവിക. ദിസ് ഇസ് മൈ ഫ്രണ്ട് ഐശ്വര്യ. ഐശ്വര്യ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ലൈക്ക് ഹെൽത്ത് വൈസ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെല്ലാവരും ഇപ്പൊ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം, നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റം വരുമ്പോൾ നമ്മൾ വേഗം കുറ്റി ഗൂഗിൾ ചെയ്യും. ഇപ്പം നമ്മൾ ചാറ്റ്ജിപിറ്റിനോട് ചോദിക്കും. പുള്ളി നമുക്ക് കുറെ ഓപ്ഷൻസ് തരും, നമ്മൾ അതിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്യും എന്താണ്, ഇതാണോ നമ്മുടെ ഇഷ്യൂ, അതാണോ നമ്മുടെ ഇഷ്യൂ. എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഒക്കെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന എന്റെ പേഴ്സണൽ ഡോക്ടറാണ് ഐശ്വര്യ. ലൈക്ക് ഐശ്വര്യനെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഓരോ ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ. സോ അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്കിതൊരു വൈഡർ ഓഡിയൻസിലേക്ക് കൊണ്ടുവന്നുവിടാം. ലൈക്ക് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന സംശയങ്ങൾ, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ നമ്മൾ ഈ ഒരു ഷോയിലൂടെ ഡിസ്കസ് ചെയ്യും. ഇന്ന് മദേഴ്സ് ഡേ ആണ്. സോ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അമ്മമാരെയാണ്. ലൈക്ക് അമ്മമാർക്ക് ഗൈനക്കോളജിക്കലി വരുന്ന ഇഷ്യൂസ്, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. താങ്ക് യു. നമ്മുടെ ഏജിലുള്ള ആൾക്കാരുടെ ഒരു മെയിൻ കൺസേൺ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാരന്റ്സ് ഏജ് ആവുന്നതാണ്. അപ്പം അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, അതേപോലെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അവരുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു 40+ 50+ ആയിട്ടുള്ള അമ്മമാര് മെയിൻ ആയിട്ട് എന്തൊക്കെ സിംറ്റംസ് വരുമ്പോഴാണ്, ലൈക്ക് ഗൈനക്കോളജിക്കൽ സിംറ്റംസ് വരുമ്പോഴാണ് അവർ കൺസേൺ ആവുന്നത്, അല്ലെങ്കിൽ എന്ത് സിംറ്റംസ് വരുമ്പോഴാണ് അവർ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്. നമ്മളുടെ അമ്മമാരെന്ന് പറയുമ്പോൾ ഒരു 50+ ഏജിലുള്ളവര്. അപ്പം അവർ യൂഷ്വലി പോസ്റ്റ് മെനോപോസിലായിരിക്കും, അതായത് മെനോപോസിന് ശേഷമുള്ള സ്ത്രീകൾ. അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. അതായത് ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലീഡിങ്ങോ, മെനോപോസിന് ശേഷം വരുന്ന ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലീഡിങ് പോലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അത് ഒരു സിംറ്റം. വേറൊരു സിംറ്റം എന്ന് വെച്ചാൽ നമ്മൾ ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്, ലൈക്ക് ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാല് പോലെയുള്ള സെക്രീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള സെക്രീഷൻസ്, ഇതൊക്കെ വരുവാണെങ്കിൽ കൂടെ നമ്മൾ ഉടനെ കാണിക്കേണ്ടതാണ്. അതേപോലെ ബ്രസ്റ്റിൽ വരുന്ന എന്തെങ്കിലും കളർ ചേഞ്ചസ്, ഷേപ്പ് ഡിഫറൻസസ് എല്ലാം നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ നമ്മൾ വയസ്സാവുന്നതിനനുസരിച്ച് ഭക്ഷണത്തിന്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ തിരക്കിനിടയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിലോ വിളർച്ച പോലെയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് യൂഷ്വലി അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് ദൂരം നടന്ന ഭയങ്കരമായിട്ട് അവർക്ക് വേർക്കാനോ അല്ലെങ്കിൽ ഹാർട്ട് ഇങ്ങനെ പടപെടാൻ ഇടിക്കുന്ന പോലെ തോന്നുന്നതോ അതൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോൾ തന്നെ ടയേർഡ് ആവുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നേ അങ്ങനെയൊന്നും ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ വരുവാണെങ്കിൽ അത് ഹാർട്ട് പ്രോബ്ലം ആകാനോ അല്ലെങ്കിൽ വിളർച്ചയാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉടനെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഒന്ന്, ഈ ഒവേറിയൻ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഇനീഷ്യൽ സ്റ്റേജിലൊന്നും മനസ്സിലാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ളവർ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ദഹനക്കേട്, അതേപോലെ വയറ് വീക്കം, ഇതൊക്കെ വരുവാണെങ്കിൽ കൂടെ നമ്മളത് കൺസേൺഡ് ആവേണ്ടതാണ്, നമ്മൾ ഉടനെ കാണിക്കേണ്ടതാണ്. വേറെ എന്ന് വെച്ചാൽ നമ്മൾ മെനോപോസ് വിമനിൽ യൂഷ്വലി കാണുന്നതാണ് ബോണിലെ മിനറൽ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് എല്ലുകൾക്ക് ക്ഷയവും വീക്കവും, അതായത് വീക്ക്നെസ് വരുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള മുട്ടുവേദന, കാലുവേദന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അമ്മമാരെ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതേപോലെ യൂറിൻ പോകുമ്പോഴുള്ള എരിച്ചിൽ, അല്ലെങ്കിൽ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂട്രസിന്റെ സപ്പോർട്ട്സ് വീക്ക് ആവുന്നത് കൊണ്ട് യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്നത്, അതായത് യോനി ഭാഗത്ത് എന്തെങ്കിലും യൂട്രസ് പോലെയുള്ള മുഴകൾ പുറത്തേക്ക് കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സിംറ്റംസ്. ചിലപ്പോൾ ഇതൊന്നും നമ്മൾ അമ്മമാർ ചിലപ്പോൾ പുറത്ത് പറഞ്ഞെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ അവരോട് ഇത് ഡിസ്കസ് ചെയ്യുകയും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ പറയുന്ന രോഗലക്ഷണങ്ങളൊന്നും ഇല്ല, ലൈക്ക് അങ്ങനെ ഒന്നും അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല എന്നാണെങ്കിൽ
ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള അമ്മമാര് ചെയ്യേണ്ട ലൈക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ന ടെസ്റ്റുകൾ വേണമെന്ന് പറയുവാണെങ്കിൽ ഏത് ടെസ്റ്റ് പറയും? അതിപ്പോ ഒരുപാട് ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിപ്പം കുറേ ബ്ലഡ് ടെസ്റ്റുകളോ ബാക്കിയുള്ള ടെസ്റ്റുകളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു സിംറ്റംസും ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറെ സിംറ്റംസ്, ഇത് ഞാൻ പറഞ്ഞ സിംറ്റംസിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഒരു പ്രശ്നങ്ങളും ഇല്ല, അമ്മ ഫുൾ ഹെൽത്തി ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യേണ്ട ക്യാൻസർ സ്ക്രീനിങ്സ് ഒക്കെ ഉണ്ട് റെക്കമെൻഡേഷൻസ് പ്രകാരമുള്ളത്. അപ്പൊ അതിലൊന്നാണ് പാപ്സ്മിയർ. ഞാനൊരു ഗൈനക്കോളജിസ്റ്റിന്റെ വ്യൂവിലാണ് പറയുന്നത്. പാപ്സ്മിയർ എന്നുള്ളത് 30 വയസ്സ് മുതൽ എല്ലാ 3 വർഷവും 65 വയസ്സ് വരെ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. പക്ഷെ ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല നമ്മളാരും ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റെയർലി പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാൻ വരാറുണ്ട്, പക്ഷെ എവറി 3 years അവരത് ചെയ്യണം എന്നില്ല. സോ പക്ഷെ റെക്കമെൻഡേഷൻസ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 30 വയസ്സ്, ഫോറിൻ ഗൈഡ്ലൈൻസ് ഒക്കെ കുറെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നത് 30 വയസ്സ് മുതൽ എല്ലാ 3 വർഷവും പാപ്സ്മിയർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ പിന്നെ HPV ടെസ്റ്റ് അങ്ങനെയും വന്നിട്ടുണ്ട്. അത് 5 വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മള് ഗർഭാശയ മുഖമില്ലേ, അതിനെന്താണ് പറയുക, സെർവിക്സ്. അപ്പൊ സെർവിക്സിൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ? ഇത് ക്യാൻസറിന്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിൽ തന്നെ പാപ്സ്മിയർ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അറിയാൻ പറ്റും. സോ നമ്മളെപ്പോഴും ഇപ്പൊ ഒരു സിംറ്റവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ ഏർലിയർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബെറ്റർ ദ പ്രോഗ്നോസിസ്. നമുക്ക് അതിന്റെ സ്റ്റേജ് എത്തുന്നതിന് മുന്നേ അത് കോംപ്ലിക്കേഷൻസ് കുറയാനുള്ള ചാൻസസ് ആണ്. അപ്പൊ നമ്മുടെ അമ്മമാരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് അയ്യോ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും കണ്ടുപിടിച്ചാ അവർക്ക് ഇനിയിപ്പ കഷ്ടകാലത്തിന് ഇനി ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളൊരു അവർക്ക് ആ ഒരു പേര്, ഹോസ്പിറ്റലിൽ പോവണ്ട, അതായത് ഇതെനിക്ക് ചെയ്യണ്ട, അതായത് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പം അതിനു വേണ്ടി അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് മാറണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ പാപ്സ്മിയർ അതേപോലെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്ക്രീനിങ് എന്താണ് യൂഷ്വലി എന്താ ചെയ്യാറ്? നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ആളുകൾ പറയില്ലേ, പ്രസ് ചെയ്ത് നോക്കുക, ലംസ് ഉണ്ടോ നോക്കുക. അത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. അത് നമ്മൾ ഇപ്പൊ പീരീഡ്സ് ഉള്ള, അതായത് മെനോപോസിന് മുന്നേ ഉള്ള സ്ത്രീകളാണെങ്കിൽ പീരീഡ്സിന് ശേഷം എല്ലാ മാസവും സ്വന്തമായിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അത് നമുക്ക് പിന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ക്ലിനിഷ്യന്റെ ഹെൽപ്പോട് കൂടി ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാം. അതേപോലെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാമോഗ്രാം. അപ്പൊ ഈ മാമോഗ്രാം ഇപ്പം എല്ലാം റെക്കമെൻഡേഷൻസ്, ഇപ്പം മെഡിസിൻ, നമ്മുടെ മോഡേൺ മെഡിസിനിലെല്ലാം കുറെ ബോഡീസ് ലൈക്ക് ഫോറിൻ ലൈക്ക് ഓർഗനൈസേഷൻ്റെ ഒക്കെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ ഇന്ത്യൻ ഗൈഡ്ലൈൻസും ഉണ്ട്. സോ ഫോറിൻ ഗൈഡ്ലൈൻസ് ഒക്കെ എന്താ പറയുന്നത് വെച്ചാൽ 40 വയസ്സ് മുതൽ എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യണം എന്നാണ്. അതായത് ഒരു റിസ്ക്കും ഇല്ലാത്തവർക്ക്. ചില പേഷ്യൻസ്, അതായത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, വീട്ടിലെ അമ്മയ്ക്കോ ചേച്ചിമാർക്കോ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവരുടെ ചാൻസ് കൂടുതലാണ്, അവർക്ക് റിസ്ക് കൂടുതലാണ്. അങ്ങനെയുള്ളവർ നേരത്തെ ഒരു 30 വയസ്സ് മുതലോ 35 വയസ്സ് മുതലെങ്കിലും നമ്മൾ സ്ക്രീൻ ചെയ്യണം. പക്ഷെ ഒരു റിസ്കും ഇല്ല, ആവറേജ് റിസ്ക് ദേ ഹാവ് ലൈക്ക് എല്ലാവർക്കും അവർ ഒരേ റിസ്കിലാണ്, അതായത് കോമൺ പേഴ്സൺ. ആ ഒരു റിസ്കിലുള്ളവർക്ക് നമ്മൾ 40 വയസ്സ് മുതൽ എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യുന്നതാണ്. സോ ഈ 2 ടെസ്റ്റുകൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. അപ്പൊ എല്ലാ വർഷവും പോയി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2 ഇയേഴ്സിനുള്ളിലെങ്കിലും ഒരിക്കലെങ്കിലും ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സോ ഈ 2 ടെസ്റ്റ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിളർച്ചയുണ്ടോ, അതായത് ഒരു ബേസ് ലൈൻ ടെസ്റ്റ് ആണ്, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയും, CBC. അതിൽ നമുക്ക് നമ്മള് ഹീമോഗ്ലോബിൻ കണ്ടന്റ് എത്രയാണെന്ന് മനസ്സിലാവും. അത് ചെയ്യാൻ അത് വേണ്ടെന്നുള്ളവർക്ക് ഹീമോഗ്ലോബിൻ മാത്രമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ജസ്റ്റ് വിളർച്ചയുണ്ടോ, ഹീമോഗ്ലോബിൻ നോർമൽ ലെവലിലാണോ, കാരണം ന്യൂട്രീഷനൊക്കെ അഡിക്വേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി ആ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യാം. അതൊരു ബേസിക് ടെസ്റ്റ് ആണ്. പിന്നെ ഒന്ന് നമ്മൾ വയസ്സാവുന്നതിന് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് മെറ്റബോളിസം എഫക്റ്റ് ആവാം, കൂടുതൽ കൊളസ്ട്രോൾ, ഹൈപ്പർ ലിപ്പീഡീമിയ, ലൈപ്പിഡ് പ്രൊഫൈല് ഡീറേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ലൈപ്പിഡ് പ്രൊഫൈൽ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ലൈപ്പിഡ് പ്രൊഫൈൽ ഡീറേഞ്ച് ആവുന്നതിനനുസരിച്ചാണ്
രക്തക്കുഴലുകളിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നതും രക്തക്കുഴലിൽ അടപ്പ് ഉണ്ടാകുന്നതും പിന്നെ ഹാർട്ട് പ്രോബ്ലംസ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിൽ നമ്മൾ തടസ്സം ഉണ്ടാകുന്നത് പറയുന്നില്ലേ, ഹാർട്ട് ബ്ലോക്സ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയബറ്റിക് ആണ്, അതായത് ഷുഗർ ലെവൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അത് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ രാവിലെ ചെയ്യേണ്ട ടെസ്റ്റ്. അതൊരു ബേസ് ലൈൻ ടെസ്റ്റുകളിൽ ഒന്നാണ്. പിന്നെ നമുക്ക് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് കൊളസ്ട്രോളിന്റെ അളവല്ലാതെ ബാക്കിയുള്ള ട്രൈഗ്ലിസറൈഡ്സ്, HDL, LDL ഇതെല്ലാം വരുന്ന ഒരു രീതിയിൽ ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്, അതും ചെയ്യാവുന്നതാണ്. ഇതില് ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഏത് ഓർഗന്റെ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്? അത് ഓർഗൻ അല്ല, നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുമ്പോൾ, അതായത് ഈ ഫാറ്റ് എന്ന് പറയുന്നത് എക്സസ് ഫാറ്റ് വരുമ്പോൾ, ബ്ലഡിലെ എക്സസ് ഫാറ്റ് അതായത് LDL കൊളസ്ട്രോൾ ഒക്കെ വരുമ്പോൾ ഓക്സിഡേറ്റീവ് ഡാമേജ് കൂടുകയും രക്തക്കുഴലുകളിൽ അടപ്പ് വരാനുള്ള ചാൻസസ്, അതായത് അഥെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്, അതിലേക്ക് അത് പ്രീഡിസ്പോസ് ചെയ്യാം. ഈ നമ്മുടെ ബോഡിയിലുള്ള LDL കൊളസ്ട്രോൾ കൂടുന്നതും HDL കൊളസ്ട്രോൾ, അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്, HDL കൊളസ്ട്രോൾ അത് കുറയുന്നതും അങ്ങനെ വരുന്നത്. സോ അത് നമുക്ക് നോക്കിയിട്ട്, അതായത് ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കിയിട്ട് ഇപ്പോൾ സപ്പോസ് ഇത് അധികമാണെങ്കിൽ അതിന് കണക്കായിട്ട് മരുന്നുകൾ എടുക്കാവുന്നതാണ് ഒരു ഏജിന് മുകളിൽ. പിന്നെ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആനുവലി ബ്ലഡ് പ്രഷർ ഒന്നും ചെക്ക് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഹൈപ്പർടെൻസീവ് ആണോ എന്ന് അറിയാൻ പറ്റുന്നത് അതിലൂടെ മാത്രമാണല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ നമ്മൾ BP നോക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഒന്നെന്ന് വെച്ചാൽ ഡെന്റൽ എക്സാമിനേഷൻ, പിന്നെ കണ്ണ് നമുക്ക് ആസ് വി ഏജ് നമുക്ക് കാറ്ററാക്ട്, അതായത് തിമിരം വരാം, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം എന്നല്ല. സോ മാൻഡേറ്ററി ആയിട്ട് ഞാൻ പറയുന്ന ടെസ്റ്റുകൾ ഒന്ന് ഹീമോഗ്ലോബിൻ, പിന്നെ ലൈപ്പിഡ് പ്രൊഫൈൽ, പിന്നെ പാപ്സ്മിയർ ആൻഡ് മാമോഗ്രാം. അതിന്റെ കൂടെ തന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വൈറ്റമിൻ D ലെവൽസ്. കാരണം മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻസ് നമ്മളിങ്ങനെ അധികം വെയിലൊന്നും കൊള്ളാത്തത് കൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഇപ്പം എനിക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വളരെ ലെവൽസ് കുറവായിരുന്നു. അപ്പൊ പലർക്കും ഉണ്ടാവാം. സോ നമ്മൾ ഞാൻ പറഞ്ഞു, മെനോപോസൽ ഏജിൽ കുറച്ചും കൂടെ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുകയും ബോൺസ് വീക്ക് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വൈറ്റമിൻ D ലെവൽസ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തൈറോയിഡ് ലെവൽസും ആസ് വി ഏജ് കുറച്ച് ഹൈപ്പോ തൈറോയിഡ്, അതായത് തൈറോയിഡിന്റെ ലെവൽസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു TSH എന്ന് പറയുന്നത്, TSH ലെവൽ ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അമ്മമാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. പക്ഷെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് CBC, മാമോഗ്രാം, പാപ്സ്മിയർ, ഇതൊക്കെ എന്തായാലും ചെയ്യണം. ആക്ച്വലി ഇപ്പം ആൻസർ ചെയ്തത് എനിക്കൊരു പേഴ്സണൽ ക്വസ്റ്റൻ ആയിട്ട് തോന്നി. കാരണം ഞാൻ ലൈക്ക് എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ ഇപ്പം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പം ഇപ്പൊ വിമൻസ് ഡേ ആയിട്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് പല ഹോസ്പിറ്റൽസ് നമുക്കിങ്ങനെ ഇൻഷുറൻസ് പാക്കേജസ്, ഐ മീൻ പോളിസീസ് ഒക്കെ ആയിട്ട് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്, ഇത്ര ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് റെലവെന്റ് ആയിട്ട് ചെയ്യേണ്ട സാധനങ്ങളായിരുന്നു. അപ്പോൾ എനിവേ ഇപ്പൊ പറഞ്ഞ ടെസ്റ്റുകളുടെ പേരെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഇപ്പൊ പറഞ്ഞ ടോപ്പിക്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നമ്മളിത് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ വെച്ചിട്ട്. എനിവേ താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.